രാവിലെ പല്ലിയപ്പ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. എന്നിട്ട് ഞാൻ ദേ നമ്മുടെ ആയുധമായിട്ട് ഗോദാവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചൂലുമായിട്ട് ഇതേ നമ്മുടെ കോലായി ഹോളൊക്കെ ഒന്ന് അടിച്ചിരുന്നുണ്ട് കേട്ടോ. നേരം വെട്ടം വെച്ച് വരുന്നതേ ഉള്ളൂ, 5:45 അപ്പോൾ വേഗം തന്നെ വീട്ടിൽ രാവിലത്തെ പണിയൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാമല്ലോ. രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര തല്ലുകൊടുത്തും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ അതേ കോലായി അടിച്ചു കഴിഞ്ഞു, ഇനി ഇതേ ഹോളും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ പിള്ളേരെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ ഊണം കഴിഞ്ഞപ്പോൾ എല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴക്കുവശത്ത് നല്ല ഇരുട്ടാണ്. അവിടെ ഞാൻ ഒരുവിധം പോയി അടിച്ചിട്ട് വന്നു. കിഴക്കുവശത്തുള്ള മുറ്റം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. മുറ്റോടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് കഴുകിയിട്ടു. പിന്നെ കുറച്ച് ചെടികളുണ്ട്, ചെടികളും പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പോൾ ഓസ് എത്തുന്നിടം വരെയൊക്കെ ഞാൻ ഓസും കൊണ്ട് നനച്ച് ബാക്കിയുള്ളത് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് കുഞ്ഞി കുടം ഉണ്ട് കേട്ടോ. ആ കുടം കൊണ്ട് നനച്ച് കൊടുത്തു. പിന്നെ ആ വെള്ളം ഒഴിച്ചില്ലേ, അത് അട്ടാണിയാണ് കേട്ടോ. ഞാനൊരു ഒരു പരീക്ഷണം നടത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് നമ്മുടെ ഭഗവാന് വിളക്ക് കൊളുത്തി. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ കൂൺ ഷെഡിലേക്കാണ്. കുറച്ച് കൂൺ ഇവിടെ വിളവെടുക്കാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വിളവെടുക്കാം. 2 ബെഡിലായി 3 കൂണുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. കൂൺ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് ചെത്തിക്കളയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൂൺ ബെഡ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. പറിച്ചെടുത്ത കൂണിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കി 415 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈക്വലായിട്ട് 2 പാക്കറ്റുകളിലാക്കി നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 2 പാക്കറ്റുകളിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് നമ്മുടെ മെഴുകുതിരി വെച്ച് ഒട്ടിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻകാരന് കൊടുക്കാനാണ്. മീൻകാരൻ്റെയിലാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് സെയിലിന് വേണ്ടി കൊടുത്തുവിടുകയാണ്. അങ്ങനെ ഇത് കൂണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് 2 കപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയിൽ ഒരു 3-4 വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതും പറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കൊത്തമരയിൽ കുറച്ച് അമരപ്പയറുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു തോരൻ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വെണ്ടക്ക പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ.